കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന്റെ നടത്തിപ്പ് വിവരിക്കുന്നതിനായി താൽക്കാലിക അവലോകന യോഗം ചേർന്നു. അടുത്ത വൈശാഖ മഹോത്സവത്തിൽ തിരുവഞ്ചിറയിൽ താൽക്കാലിക ജീവനക്കാർക്ക് പകരം പോലീസ് സേവനം ഉറപ്പാക്കണമെന്നും മുഴുവൻ താൽക്കാലിക ജീവനക്കാർക്കും പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കണമെന്നും യോഗത്തിൽ ചർച്ചയുയർന്നു. കൊട്ടിയൂരിലെ ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന്റെ നടത്തിപ്പ് വിവരിക്കുന്നതിനായി കൊട്ടിയൂരിൽ താൽക്കാലിക അവലോകന യോഗം ചേർന്നു. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജുവിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു ഉദ്ഘാടനം ചെയ്തു. അമ്പായത്തോട് മുതൽ കേളകം വരെ റോഡ് അരികിൽ വീതി കൂട്ടിയില്ലെന്നും പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചില്ലെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു. അമ്പായത്തോട് തലപ്പുഴ 44 മൈൽ റോഡ് നിർമ്മിക്കണമെന്നും അതിനുവേണ്ടി നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. തിരുവഞ്ചിറയിലും മണിത്തറയിലും വോളണ്ടിയേഴ്സിന് പകരം പോലീസിനെ നിയമിക്കണമെന്നും കർണാടകയിൽ നിന്നുള്ള പോലീസിന്റെ സേവനം ഉറപ്പാക്കണമെന്നും താൽക്കാലിക വോളണ്ടിയേഴ്സിന് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കണമെന്നും താമസ സൗകര്യം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യമുയർന്നു. കൊട്ടിയൂർ ദേവസ്വത്തിന് പുറമെ സ്വകാര്യ വ്യക്തികളും പാർക്കിംഗ് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത് ഈ വർഷത്തെ തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ ഉപകാരപ്പെട്ടുവെന്നും യോഗത്തിൽ ചർച്ചയായി. കുറെ സ്ഥലങ്ങളൊക്കെ വാങ്ങി JCB ഉപയോഗിച്ചു നിരപ്പാക്കി, അതേപോലെ തന്നെ കോറ വേസ്റ്റും മറ്റ് ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങളും കൊണ്ട അത് വൃത്തിയാക്കി നന്നാക്കി പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായി. അതോടൊപ്പം തന്നെ ആരുടെയും നിർദ്ദേശമില്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ കൈവശമുള്ള ഭൂമി സ്വന്തം ചെലവിൽ അവർ പാർക്കിങ്ങിന്റെ ഗ്രൗണ്ടുകളാക്കി മാറ്റി. അങ്ങനെ പ്രൈവറ്റ് പാർക്കിങ്ങുകളും ഇവിടെ ഉണ്ടായി. ആ പ്രൈവറ്റ് പാർക്കിങ്ങുകൾ അടക്കം ദേവസ്വം ഒരുക്കിയ പാർക്കിംഗ് അടക്കമാണ് ഈ പ്രാവശ്യത്തെ ഇവിടെ ഏറ്റവും എല്ലാ കാലവും ഉണ്ടാകുമായിരുന്ന ഈ പാർക്കിങ്ങിന്റെ ഈ കുരുക്ക് നമുക്ക് നീങ്ങിക്കിട്ടിയത് അങ്ങനെ. കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ, ട്രസ്റ്റിമാരായ ചോടത്ത് ഹരിദാസ്, ദാമോദരൻ നായർ, N പ്രശാന്ത്, C ചന്ദ്രശേഖരൻ, മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ TC ബിജു, എക്സിക്യൂട്ടീവ് ഓഫീസർ K ഗോകുൽ, വിവിധ സർക്കാർ വകുപ്പുകളിലെ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. നടപ്പാത കോൺക്രീറ്റ് ചെയ്തുകൊണ്ടുള്ള നടപ്പാത ഉണ്ടാക്കണമെന്നും